ഏറ്റവും പ്രധാനപ്പെട്ട അല്ല, ആർക്കിടെക്റ്റ് എന്ന രീതിയിൽ വളരെ അടിയന്തര കുറച്ച് അല്ലാത്ത കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആർക്കിടെക്റ്റ് എന്ന രീതിയിൽ അടിയന്തരമായി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഈ കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രം, പത്മനാഭൻ്റെ മണ്ണാണ്, അങ്ങനെയാണുള്ള പേരുണ്ടായിരിക്കുന്നത്. അനന്ത പത്മനാഭൻ്റെ സ്ഥലമായിട്ടാണുള്ള പേരുണ്ടായിരിക്കുന്നത്. ആ കോട്ടയുടെ അടുത്ത് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ്, ഒരു ആദ്യം പറയാവുന്ന കാര്യം, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് എൻ്റെ കൊച്ചിലെ ഞാൻ വരുന്ന സമയത്ത്, തിരുവനന്തപുരം കാണാൻ വരുന്ന സമയത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ. അന്ന് തകര ഷീറ്റോ അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ ഉണ്ടാവാം. ഇന്നും അതേ വെയിറ്റിംഗ് ഷെഡ് അല്ലാതെ ഒരു നീളത്തിൽ കിടക്കുന്ന അങ്ങേയറ്റത്ത് മറ്റേ ആനേറ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ അറ്റത്ത് മണ്ണന്തലേക്ക് പോകുന്നു എന്ന് പറയുന്ന വെയിറ്റിംഗ് ഷെഡ്. ഒരു തലസ്ഥാന നഗരമല്ലേ അത്? ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമല്ലേ? അല്ലേ? ഇവിടെ അല്ലേ ടൂറിസ്റ്റ്, അല്ല ഇവിടെ നിന്നല്ലേ ടൂറിസ്റ്റുകളൊക്കെ ഫ്ലൈഓവർ പറയാം, എവിടോട്ടന്നെ വരുന്നത്, അതിലേക്ക് വരുന്നത് ഉണ്ട്, അതിലേക്കാണ് വരുന്നത്. അവിടെ കിട്ടെ ഈ ഒരു തലസ്ഥാനത്തിൻ്റെ, തമ്പാനൂർ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറയണ്ട, അവിടെ ഇരിക്കട്ടത്. ഈ ഒരു സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ കേന്ദ്രം, ആ കേന്ദ്രം വിദേശികളൊന്നും മറ്റേ പല സ്ഥലം കൊണ്ട് പോകേണ്ട, കോവളത്തേക്ക് പോകേണ്ട സ്ഥലമാണത്. ഈ പാട്ട വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വെയിറ്റിംഗ് ഷെഡാണെന്ന് സത്യത്തിൽ ഉളുപ്പ് തോന്നുന്നു. നമുക്കല്ലേ നാണമില്ലാതെ തോന്നുന്നത്? തിരുവനന്തപുരക്കാരെന്ന് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരക്കാരനാണ്. ഇപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മുടെ ഹെറിറ്റേജാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഹെറിറ്റേജിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിൻ്റെ മുന്നിൽ കൊടുത്തിട്ടിരിക്കുന്ന ഇതാണ് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്നത്. അന്ന് രാജാവിൻ്റെ കാലത്ത് ആരോ ചെയ്തിട്ടുണ്ട്, ആ സാധനമാണ് ഇന്ന് കിടക്കുന്നത്. അത് മാറ്റാനുള്ള തൻ്റെ ഇടം കാണിക്കാൻ പറ്റില്ല. ആദ്യം ചെയ്യേണ്ടത് അത് പൊളിച്ചും കളിയാണ്. എന്നിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല, പറയാം, ഞാൻ ചെയ്തു തരാം. ഞാൻ ആർക്കിടെക്റ്റിനാണ്. നീ ആർക്കിടെക്റ്റിനെ കൊണ്ടല്ലോ ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചത്. ഞാൻ ചെയ്തു തരാം. നിനക്ക് ഈ പറയുന്ന പോർഷനിൽ എല്ലാ ഡിസൈനും എല്ലാ സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി തരാം. എനിക്കറിയാം, ചെയ്തു തരാൻ അറിയാം. അല്ല, വൈകാരികമായി സംസാരിക്കുന്നത് വർഷങ്ങളായിട്ട് കാണുമ്പോൾ തോന്നുന്ന ഉള്ളിൽ വരുന്ന ഖേദം കൊണ്ട്, സങ്കടം കൊണ്ട് പറഞ്ഞാണത്. ഇനി ഇതിനേക്കാളും മനോഹരമായ ഒരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ പറഞ്ഞുതരാം. ആ ശില്പം എന്താ വെച്ചാൽ, പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഓവർ ബ്രിഡ്ജ് പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത്. അങ്ങനെ നിങ്ങൾ വിളിക്കും, ഞാൻ പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സ്ട്രക്ചർ എന്ന് വിളിക്കും. ഈ പറഞ്ഞ ഹെറിറ്റേജ്, ഒരു സാധാരണ ഒരാൾ അവിടെയുള്ള ഒരാളിന് ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെ അനുവാദ പെർമിറ്റ് മാത്രം പോരാ. ഹെറിറ്റേജിൻ്റെ സെപ്പറേറ്റ് വേണ്ടും, ഇത് വാങ്ങിക്കണം, ചെരിച്ച സ്ലോപ്പ് റൂഫ് കൊടുക്കണം, ഓടിടണം. അത് ഇതെന്ന് പറഞ്ഞിട്ട് എന്താ ഈ പറയുന്ന ഒരു ദേശീയ ദുരന്തം എന്ന് വേണം പറയാവുന്ന ഒരു സാധനം അവിടെ കെട്ടിച്ച് അത് പൊളിക്കാൻ നിങ്ങൾക്ക് ഉണ്ടാവാത്തത്. അതെന്തിനാ കെട്ടിവെച്ചിരിക്കുന്നത്? അത് മോശമല്ല, വളരെ മനോഹരമായ സാധനമാണ്. അത് ആദ്യം പൊളിച്ചു കളി. മേളിൽ കയറി അപ്പുറത്തിറങ്ങാം ആൾക്കാർക്ക്. എന്നിട്ട് അവസാനം എന്തൊക്കെയോ പോട്ടെ, ഇനിയൊന്നും മറുപടി ഇല്ല. ഒന്നും വേണ്ട, കാമുകന്മാർ പോലും അതിനകത്തോടെ കയറി പോകുന്നില്ല. പോരെ? ഇനി പറയട്ടെ, ഇനി ഒന്നുകൂടെ പറയേണ്ടത്, ഇത് ഫുട്പാത്ത് ബ്ലോക്ക് ചെയ്തിട്ടാണ് അവളിലൂടെ ജനങ്ങൾക്ക് ഫുട്പാത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫുട്പാത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവിടെ? ഉണ്ടോ? ഒരു ഫുട്പാത്തിലൂടെ നടന്ന് നേരെ പോകാൻ പറ്റുന്ന ഒരു ഫുട്പാത്ത് ഉണ്ട് ഇവിടെ. ഈ പറയുന്ന ഇത്രയും സ്മാർട്ടാക്കി വെച്ചു എന്ന് പറയുന്നത് നേരെ കൊണ്ടുപോയി പെട്ടെന്ന് കട്ട് ചെയ്തും ഇറക്കും, അടുത്ത വീട്ടിലോട്ട് പോകാൻ പറ്റുന്നത്. അതിനെ സ്ലോപ്പ് ചെയ്ത് കൊണ്ടിറക്കാൻ പോലും വിവരമില്ലാത്ത എഞ്ചിനീയർമാരും മറ്റേ ടൗൺ പ്ലാനർമാരും അതിൻ്റെ അതേ വാക്കിന് ഉപയോഗിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വലിയ സംവിധാനങ്ങളുണ്ട്. അത്രയും ഒരാൾക്ക് നടന്നു പോകണം, മര്യാദക്ക് നടന്നു പോകാനുള്ള സംവിധാനം പോലും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇനി എന്തോന്നടേ ഇതിൻ്റെ കാര്യം പറയുന്നത്? ആദ്യം ചെയ്യേണ്ടത് ആ ഒരു സാധനം പൊളിച്ചു കളിയാണ്. ഈ പറഞ്ഞ വെയിറ്റിംഗ് ഷെഡ് എടുത്ത് പൊളിച്ചു കളിയാണ്. വെയിലത്തെന്നാലും കുഴപ്പമില്ല, വൃത്തികേട് എങ്കിലും മാറി കിട്ടുമല്ലോ. അല്ല, ഞാൻ അതിനെക്കുറിച്ച് പറയില്ല. അതിനെക്കുറിച്ച് ആ സബ്ജക്റ്റോട് ഞാൻ പറഞ്ഞില്ല, ഞാനിത് ആര് ചെയ്തു എന്നോ അത് എന്ത് ചെലവ് എന്നോ എനിക്കറിയുന്ന, ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എനിക്ക് അറിയേണ്ട കാര്യമല്ല അത്. എനിക്കറിയേണ്ട അതിൻ്റെ ഒരു ഓവറോൾ. ഇപ്പോൾ പറഞ്ഞാൽ ഈ ഹെറിറ്റേജ് സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം, ഈ സ്ഥലത്ത് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഓപ്ഷൻസ് അല്ല, ഞാൻ നല്ലൊരു ഓപ്ഷൻ ഞാൻ പറയാമല്ലോ. എന്നീ അണ്ടർഗ്രൗണ്ടിലൂടെ ഒക്കെ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചോദിക്കട്ടെ, അതിനകത്ത് ബസ് പോകാനും ബാക്കിയുള്ള കാര്യങ്ങളും പോകണമെങ്കിൽ എത്ര ഹൈറ്റ് വേണം? ഒരു 6-7 മീറ്റർ ഹൈറ്റിലല്ലേ ആ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത് ആണ്. ഇതിൻ്റെ മേലെ കൂടെ നടന്ന് പിടിച്ച് പോകണ്ടേ? നീ എസ്കലേറ്റർ കൂടെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നടന്ന് കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ആൾക്കാർക്ക്. അല്ല, പിന്നെ എന്താണ്? അതെ, ആൾക്കാർ താഴെ കൂടെ തന്നെ അതാണ് നടന്നു പോകേണ്ട പോർഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലൂടെ നടക്കാൻ പോലും പറ്റില്ല. അങ്ങനെയാണ് ആ സാധനം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുട്പാത്ത് ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. സിറ്റിക്കകത്ത് ഒരിടത്തും ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം ഫുട്പാത്ത് കൊടുക്കുക ആദ്യം. മനസ്സിലായില്ലേ? പ്രോപ്പറായിട്ടൊരു ഫുട്പാത്ത്, ജനങ്ങൾ നടക്കേണ്ടവനെങ്കിലും നടക്കാനുള്ള വഴി ഉണ്ടാക്കുക. ഇനി അത് പൊളിച്ചു കളയുക, അതാണ് വേണ്ടത്, വേറെ ഒന്നിനല്ല അത്.
ഇനി അണ്ടർ പാസ് എന്നുള്ള സാധനം ചെയ്യുക. നീ അണ്ടർ പാസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യും, അവിടെ വലിയ പോർഷൻ എടുക്കുക. അണ്ടർ പാസ് വെച്ച് വെറുതെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഈ സ്റ്റെപ്പിന് നമുക്ക് ആകപ്പാട് വേണ്ടുന്നത് 3 മീറ്റർ ഹൈറ്റ് മതി. അത്രയും, അതായത് നമ്മളൊരു വീട്ടിനകത്തോട്ട് കയറുന്ന ഹൈറ്റിൽ അത്രയും വേണ്ട. ആ ഹൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് ഇറങ്ങാം. ആണല്ലോ, അതിനാടെ കത്ത് അപ്പം പറയും അതിനകത്തോട്ട് ഡ്രെയിനേജ് പോകുന്നില്ലേ, അത് പോകുന്നില്ല, ഇതിൽ പോകുന്നില്ലേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശൂന്യാകാശത്തെ ആൾക്കാർ പോയി താമസിക്കുന്നില്ലേ? ഉണ്ട് പല നാട്ടിൽ. ഞാൻ ചോദിക്കട്ടെ, റഷ്യയിൽ ചെന്ന സിറ്റി കംപ്ലീറ്റ് അടിയില്ലേ, മണ്ണിനടിയിലല്ലേ? ISRO ഓഫീസ് എത്രയോ കാലം ഇവിടെ എത്ര കാലം മുമ്പ് അതല്ലേ? ദുബായ് എയർപോർട്ടിൻ്റെ നെഞ്ചെട്ടെന്നെല്ലാം മണ്ണിനടിയിലല്ലേ? പിന്നെന്താ ഒരു അണ്ടർ പാസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്? ഇതിനേക്കാളും ഭീകരമായൊരു ദുരന്തം തൃശ്ശൂർ കോർപ്പറേഷനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് ദുരന്തമാണ് പറഞ്ഞാലത്. ഇത്രയും എനിക്ക് മനസ്സിലായി. ഈ തലങ്ങളിൽ ഇരിക്കുന്ന എഞ്ചിനീയർമാർക്കും ഇവരൊക്കെ ആർക്കിടെക്റ്റുമാർ അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അത് ഒരു കോമൺ സെൻസ് ഇല്ല. വിവരവും വിദ്യാഭ്യാസവും കഴിവും അപാരമായി ഉണ്ടെങ്കിലും കോമൺ സെൻസ് ഇല്ല. അല്ലെങ്കിൽ നടത്തിക്കുന്ന ആൾക്കാരായാലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അബദ്ധങ്ങൾ ചെയ്യിക്കുമോ? താഴെ ഒരു കാര്യം ചെയ്യും, താഴെ നീ ഒരു വലിയൊരു ഏരിയ എടുക്കുമോ? ഈ പറഞ്ഞ റോഡിൻ്റെ അടിയിൽ നീ വലിയൊരു ഏരിയ, അവിടെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളോ ബാക്കി അല്ല എന്തെങ്കിലും കഫേകളോ പരിപാടികളോ കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്യും. ജനങ്ങളവിടെ ഇറങ്ങട്ടെ. അവിടുന്ന് പല ആവശ്യങ്ങളും ടെക്സ്റ്റൈൽ തുണിക്കടകളോട് അപ്പോൾ ചോദിക്കും അവിടെ എയർ സർക്കുലേഷനും കാര്യം അതൊക്കെ ചെയ്യാവുന്ന കാര്യം. അതാണ് ചോദിക്കുന്നത്. ശൂന്യാകാശത്ത് പോയി ആൾക്കാർക്ക് താമസിക്കാനോ? പിന്നെ ഈ പറഞ്ഞ ഇതിനോട് അണ്ടർ പാസ് ചെയ്യാനാണോ പണിയുള്ളത്? അറിയില്ല, ഞാൻ വരാം. എന്താ പറയേണ്ടത്? അത്രക്കെങ്കിലും ബോധത്തോടെ ഒരു കാര്യം ചെയ്യാം അവിടെ. ഇപ്പോൾ ഞാൻ നേരത്തെ നീ പറഞ്ഞ പോലെ ഞാൻ വൈകാരികമായി എന്ന് പറഞ്ഞില്ലേ, കിഴക്കേക്കോട്ട റീഡെവലപ്പ് ചെയ്യുക. അതും വളരെ മനോഹരമായിട്ട് ചെയ്ത് വെക്കുക. അത് ഈ പറഞ്ഞ പോലെ പത്മനാഭൻ്റെ ഏരിയ ആണത്. അവിടെ പറയും ഇനിയുണ്ട് പാർക്കിംഗ് ഇല്ല, അതില്ല, ഇതില്ല എന്ന് പറയും. നേരെ തൊട്ടുമ്പേ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് എടുക്കുക, പ്ലാൻ ചെയ്യാൻ അറിയാവുന്നവരടുത്ത് കൊടുക്കുക, പ്ലാൻ ചെയ്ത് തരിക. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. അതിനകത്ത് വേറെ സാമ്പത്തികമായിട്ടുള്ള കഥകളിലോട്ടൊന്നുമല്ല പറയുന്നത്. പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര പാർക്കിംഗ് ഏരിയ അവിടെ കൊടുക്കാൻ പറ്റും? ഇനി നേരത്തെ നീ ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാർക്കിങ് സിറ്റിക്കകത്ത് പാർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. സിറ്റിയിൽ ഇപ്പം റോഡ് സൈഡിൽ പാർക്കിംഗ് ഉണ്ട്, അതിന് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. മുമ്പൊരിക്കൊരു കാര്യം ചർച്ചയിൽ വന്ന സമയത്ത് ഞാൻ അന്നും പറഞ്ഞൊരു കാര്യം ഇപ്പോഴും തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇവിടെ ആവർത്തിക്കുന്ന വേറെ ഒന്നും കണ്ടല്ല, ഇവിടെ നമുക്ക് അതിൻ്റെ അഭിപ്രായം പറയുകയാണത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളാം, അല്ലെങ്കിൽ കൊള്ളാം, ഓക്കെ. ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലാത്തതായിട്ടുള്ള കുറേ ഓപ്പൺ ലാൻഡുകളുള്ള കുറേ പ്രോപ്പർട്ടികളുണ്ട്. അതിലൊരു പോർഷൻ തൽക്കാലം ലീസിൻ്റെതോ അല്ല അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഞാൻ പറയുന്നത്. അത് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കുറേ പാർക്കിംഗ് അവിടെ കൊടുക്കുക. അതിന് അവിടെ നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുക. ഒരേ സ്ഥലത്ത് തന്നെയാണത്. അവർ കൊടുക്കുന്നതിന് കണക്കായിട്ടുള്ള സാധനം ചെയ്തൂടെ? ചെയ്യാം. അങ്ങനെ തിരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ നല്ല റോഡ് വന്നാൽ ഈ തിരക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. മനസ്സിലായില്ലേ? അത് നേരത്തെ നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞ പുഞ്ചക്കരിയുടെ കാര്യം പറഞ്ഞ പോലെ അല്ല, എന്താണ് ആ സ്ഥലം? വെള്ളായണി അല്ലെങ്കിൽ വെള്ളായണി അല്ലെങ്കിൽ കിരീടം പാലം എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിലോട്ട് ഞാൻ പറഞ്ഞു. അവിടുത്തെ ആ ഒരു സർക്കിൾ, അതിനെ ചുറ്റുന്ന ഒരു സർക്കിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് വൈകുന്നേരം ആൾക്കാർ അങ്ങോട്ട് പോകും. അതുപോലെ ഇവിടുത്തെ തിരക്കുകൾ ഈ പറഞ്ഞ മേലെ കൂടെ തള്ളേണ്ട ആവശ്യമില്ല. അടിയിലൂടെ ആൾക്കാർ ഇറങ്ങും, താഴെ നിന്ന് തുണിക്കടയിൽ നിന്ന് തുണി വാങ്ങിക്കും, അവരവിടെ സമയം സ്പെൻഡ് ചെയ്യും, അപ്പുറത്തെ ക്രോസിൽ ഇപ്പുറത്ത് വരും. ഏറ്റവും സിമ്പിൾ കാര്യങ്ങളല്ലേ? അയ്യോ, അത് സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം ഇതാണ്, അത് പൊളിച്ച് കളിയാ. എന്തായാലും അത് എന്തിനാണോ കെട്ടിയത് അതിൻ്റെ കാര്യം കഴിഞ്ഞില്ലേ? തൊട്ടടുത്ത് സ്കൂൾ ഇതുണ്ട്. ഇവിടെ എല്ലാം കലത്തുന്ന വീണാലും കഞ്ഞി കലത്തുന്ന ഇതിനകത്തേക്കാണല്ലോ. കലത്തുന്ന വീണാൽ കഞ്ഞി കലത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ അത് ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിലും കൂടി കുറച്ച് എൻക്രോച്ച് ചെയ്തിട്ട് അതിനും കൂടെ എടുത്തുകൊണ്ട് ആ ഏരിയ മൊത്തമായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്യാം. എത്രയോ പഴയ കെട്ടിടങ്ങൾ അവിടെയുണ്ട്, രാജാക്കന്മാരുടെ കാലത്തുണ്ട്, അല്ലെങ്കിൽ അവരുടെ സമയത്തുള്ളത്. കൊട്ടാരത്തിൻ്റെ ആവണമെന്നില്ല, അല്ലെങ്കിൽ അവരുടെ തന്നെ ആവണമെന്നില്ല. പക്ഷെ അതേ ആർക്കിടെക്ചറൽ ഡീറ്റെയിലിംഗ് ഉള്ള കുറേ കെട്ടിടങ്ങളവിടെ പഴയതിരിപ്പുണ്ട്. ചിലത് സ്കൂളായിട്ടും അല്ലാതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടത്. പക്ഷെ അതിനൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് അതൊക്കെ ഒരു ഹെറിറ്റേജ് സൈറ്റാക്കി എടുത്ത് കുറച്ച് ആൾക്കാരെ ഇവിടെ കൊണ്ട് വിദേശികളെ കൊണ്ടുവന്ന് അവരെ കാണിച്ചു കൊടുത്താൽ കാശ് വരില്ലേ? വരാത്തോണ്ടല്ലോ.